ഗസയിലെ മക്കളെ രക്തം ചൊരിച്ചില് അല്ലെങ്കിൽ അവരുടെ പീഡനത്തിൽ നമുക്കും പങ്കില്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും, നമുക്കെങ്ങനെ പങ്ക്. ഞാനൊരു പ്രവാസിയാണ്. നാട്ടിൽ ലീവിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് നിൽക്കുന്ന ഒരാളാണ്. നാട്ടിൽ ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ യൂണിലിവറിൻ്റെ പ്രൊഡക്റ്റുകളും അതേപോലെ P&Gൻ്റെ പ്രൊഡക്റ്റുകളും ഇതേപോലെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വാങ്ങൽ. ചോക്ലേറ്റുകൾ വാങ്ങുമ്പോഴും ഏറ്റവും കൂടുതൽ നെസ്ലേൻ്റെ ചോക്ലേറ്റുകളൊക്കെയാണ് നമ്മൾ വാങ്ങൽ. അതേപോലെ നെസ്കഫെ പ്രൊഡക്റ്റുകൾ ഇതേപോലെയുള്ള സാധനങ്ങളൊന്നും ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവില്ല, അറിഞ്ഞുകൊണ്ട് ഇനി വാങ്ങൂല്ല എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ പല ആൾക്കാരും എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അവരുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന്. 4 ആൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രതിഷേധവും അറിയിക്കുകയാണ്. ഇനി മുതൽ നാട്ടിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ വീട്ടുകാർ ഇനി സാധനം വാങ്ങാൻ പോകുമ്പോഴും ഇസ്രായേലി പ്രൊഡക്റ്റുകളൊന്നും ഞാൻ വാങ്ങൂല എന്നുള്ളത് ഒരു തീരുമാനം എടുത്താണ്. ആ ഒരു തീരുമാനം നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്താണ്, മനസ്സുകൊണ്ട് ഒരു ഉറപ്പ് വരുത്താം, എങ്ങനെ ഈ ഒരു ക്രൂരതയ്ക്ക് നമ്മൾ പങ്ക് നിൽക്കുന്നില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് വരുത്താൻ പറ്റും.